ഒരു 4 മണിയൊക്കെ ആയപ്പോ ഉമ്മ പറയാ "കുറച്ച് പരിപ്പ് ബാക്കിയുണ്ടെടി അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താന്നുള്ളത്." അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നാ പിന്നെ പായസം ഉണ്ടാക്കി കളയാംന്ന്. കളയല്ല കുടിക്കാംന്നുള്ളത്. അപ്പൊ കിച്ചടി പരിപ്പേനി ട്ടോ. അപ്പൊ അത് കഴുകി കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാണേ. ആ സമയം കൊണ്ട് കുറച്ച് ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി നമുക്ക് സെറ്റപ്പ് ആക്കി എടുക്കാം. ശർക്കരയൊക്കെ വേണല്ലോ പായസത്തൊക്കെ. പിന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ ഒരു മിനിമം 20 മിനിറ്റെങ്കിലും വേണം എന്നാണ് ലക്ഷ്മി ചേച്ചി പറഞ്ഞത്. 20 മിനിറ്റ് വെറുതെ കളഞ്ഞാലും തേങ്ങാപ്പാലെടുത്ത് കളയാനുള്ള മടിയുണ്ട്. ഞാൻ പിന്നെ രൂ. 28 ഒരു പാലും പാക്കറ്റ് വാങ്ങി ഞാനങ്ങട് മാതൃകയാകാന്ന് വിചാരിച്ചു. ഇമ്മാതിരി ഒരു ഓഞ്ഞ മടിച്ചിനെ ഞാൻ എന്നെ തന്നെ കണ്ടിട്ടുള്ളൂ. ഇജ്ജ് പായസം ഉണ്ടാക്കിക്കൂടി ഞാനൊരിത്തിരി വൈബായിട്ട് വരാം എന്ന് പറഞ്ഞു പോയ പ്രകൃതി ആദ്യം ഒന്ന് ചെറുതായിട്ട് മഴ ചാറ്റിയെങ്കിലും പിന്നെ വീണ്ടും വെയിലേട്ടനെ പറഞ്ഞയച്ചിക്കണ് ട്ടോ. അങ്ങനെ നമ്മളെ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പിലേക്ക് ഞാനിതാ ശർക്കര പാനിയൊക്കെ ഒഴിച്ചെടുത്ത് പായസം സെറ്റപ്പാക്കി എടുക്കണം. തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മടിൻ്റെ അസ്കിത ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ പാലൊക്കെ വെച്ചിട്ട് സെറ്റപ്പാക്കി എടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിക്ക് കുറച്ച് പൊടി കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുറുക്കൊക്കെ കിട്ടാൻ. പിന്നെ പരിപ്പ് നല്ലപോലെ വെന്ത് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഏതായാലും ഇറക്കി കുറുക്കി ഞാനൊരു പായസമൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ടേ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വറവിടാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ഇത്തിരി നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ പായസം സെറ്റ്. എന്ത് തട്ടിക്കൂട്ടായാലും ഉണ്ടാക്കിയതേ ഓർമ്മയുള്ളൂ. അപ്പം ഇരുന്നിട്ട് എല്ലാവരും പായസം കാലിയാക്കിയിട്ടുണ്ടേനി. അപ്പം എന്നാൽ പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അല്ലേ.